നമ്മളിന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ചുങ്കം എന്ന് പറഞ്ഞ പ്രദേശത്താണ്. ഇപ്പോൾ നമുക്ക് കാണാം ഏകദേശം 100ഓളം മാവിൻ തൈകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഏകദേശം എത്ര വർഷമായി ഈ മാവിൻ തൈകൾ വെച്ചിട്ട്, ഏതൊക്കെ വെറൈറ്റി കായ്ച്ചിരിക്കുന്നു, അങ്ങനെ തുടങ്ങിയുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കണം. നമ്മുടെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട MS കോട്ടയിലുണ്ട്. നമുക്ക് ഇന്ന് 100ഓളം മാവുകൾ വെച്ച നമ്മുടെ കുഞ്ഞിപ്പ സാഹിബ് മലപ്പുറം ചുങ്കത്ത് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കുഞ്ഞഹമ്മദ് സാഹിബിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മാങ്ങകളുടെ വിശേഷങ്ങളിലേക്ക് കടക്കുകയാണ്. എത്ര വർഷമായി ഇപ്പോൾ നമ്മൾ ഈ മാവുകളൊക്കെ വെച്ചിട്ട്? 3 വർഷം. 3 വർഷത്തേക്കാൾ കൂടുതൽ അതിൻ്റെ ഗ്രോത്ത്, വളർച്ച നമുക്ക് ഈ മാവ് കണ്ടാൽ തന്നെ അറിയാൻ കഴിയും. അതുമല്ല, ഒട്ടുമിക്ക മാവുകളും കായ്ച്ചിരിക്കുന്നത് അത് നല്ല നല്ല വെറൈറ്റികളാണ് കായ്ച്ചിരിക്കുന്നത്. നമ്മുടെ സാധാരണ മല്ലിക, നീലന്, അൽഫോൺസ, സിന്ദൂരം, കൂട്ടൂർക്കോണം, കാലപ്പാടി, ഇങ്ങനെ ഒട്ടനവധി മാവുകൾ ഇവിടെ കായ്ച്ചു നിൽക്കുന്ന വളരെ വിശേഷമായ ഒരു സവിശേഷത അടങ്ങിയ ഒരു പ്ലാന്റാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ 100ഓളം മാവുകൾ ഇവിടെ വെച്ച് കഴിഞ്ഞ് ഈ മാവ് കൃഷിയിലേക്ക് വരാനുള്ള ഒരു പ്രത്യേക താല്പര്യം എന്താണ്? ഞാൻ 5 വർഷം മുമ്പ് അമ്പലവയൽ പോയിട്ട് കുറച്ച് തൈ കൊടുന്നു, വെറൈറ്റി തൈ കൊടുന്നു. അത് പിന്നെ അടിപൊളിയായിട്ട് നല്ല മാങ്ങ കിട്ടി. അത് ഏതൊക്കെ വെറൈറ്റി എന്നുള്ള അറിയാം? അത് ചക്കരക്കുട്ടി, മല്ലിക, ബംഗനപ്പള്ളി, ഗുദാദാത്ത്, അങ്ങനെ അത് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി, നന്നായിട്ട് കഴിച്ചു. അപ്പോൾ ഇതിലേക്ക് ഒരു പ്രചോദനം ഉണ്ടായി മാവ് വെക്കാന്നുള്ളത്. അങ്ങനെയാണ് ഇപ്പോൾ 100ഓളം മാവുകളാണ് ഏകദേശം ഇപ്പോൾ ഈ നമ്മൾ ഈ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുള്ളത്. ഏകദേശം ഈ മാവ് എൻ്റെ ഹൈറ്റ് ഉണ്ട്. ഇതിൽ മുകളിൽ തൊട്ട് താഴെ വരെ മാങ്ങകൾ കായ്ച്ചു നിൽക്കുന്നത്. ഇവിടെ നിലത്ത് തന്നെ താഴെ മാങ്ങ കായ്ച്ചിരിക്കുകയാണ്, കണ്ടില്ല? ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇതാ, ഇവിടെയൊക്കെ മാങ്ങ കായ്ച്ചിട്ടുണ്ട്. ഇതിലെ താഴെ ഭാഗത്ത് വരുന്ന ഈ കമ്പുകളൊക്കെ നമ്മൾ പിന്നെ കട്ട് ചെയ്തിട്ട് അതിനെ വൃത്തിയാക്കി നിർത്തണം മാവിനെ. എന്നാലേ നമുക്ക് ഇതൊക്കെ ഇതിനകത്ത് നിലത്ത് തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കീടങ്ങളുടെ ശല്യം പെട്ടെന്ന് ഈ മാങ്ങകൾക്ക് ബാധിക്കും. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അടിഭാഗങ്ങളൊക്കെ ശരിയാക്കാനുണ്ട് ഈ മാവിൻ്റെ. ഇപ്പോൾ നമുക്ക് അടുത്ത വർഷം സ്റ്റാർട്ടിങ്ങിൽ ഇതൊക്കെ ക്ലിയർ ആക്കിയിരുന്നത്. ഈ സീസൺ കഴിഞ്ഞതിന് ശേഷം. ഇതേത് വെറൈറ്റി? ഇതാണ് മല്ലിക. നമ്മുടെ മല്ലിക എന്ന് പറയുന്നത് ഹൈബ്രിഡാണ്. ഇത് നമ്മളെ പിന്നെ ICAR-ഉം IHR-ഉം ഒക്കെ വികസിപ്പിച്ചെടുത്ത ഒരു മാങ്ങയാണ്. ഇത് 1971 ഇത് റിസർച്ചിലൂടെ വികസിപ്പിച്ചെടുത്തിട്ടുള്ള മാങ്ങ. ഇതിൽ പിന്നെ നമുക്ക് നീലനും ദശേരിയുമാണ്. നീലൻ മാതൃവൃക്ഷമായിട്ടും ദശേരി പിതൃവൃക്ഷമായിട്ടും വരുന്ന ഒരു മാങ്ങയാണ്. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. മല്ലികയെ പറ്റിയിട്ട് നമുക്ക് കൂടുതലൊന്നും വിശേഷിപ്പിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന ഒരു മാങ്ങയാണ് മല്ലിക. ഇത് മാവുകളൊക്കെ കുറേ അകലത്തിലാണ് വെച്ചിരിക്കുന്നത്. 7 മീറ്റർ എന്നുള്ള ഒരു കണക്കിലാണ് വെച്ചത്. യഥാർത്ഥത്തിൽ നമുക്കിപ്പോൾ അൾട്രാ ഡെൻസിറ്റിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത്ര അകലത്തിൽ വെക്കേണ്ട ആവശ്യമില്ല. ഈ മാവുകളൊക്കെ ബുഷായി ചെറുതായി നിൽക്കുന്ന ടൈപ്പുകളാണ്. അപ്പോൾ നമുക്ക് കുറേ അടുത്ത് ഒരു 4 മീറ്റർ ബൈ 4 എന്നുള്ളതിലൊക്കെയാണ് നമുക്ക് മാവ് റെഗുലറായിട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ കായ്ക്കുന്നതാണ്. അങ്ങനെ വെക്കുകയാണെങ്കിൽ ഇനിയും കൂടുതൽ എണ്ണം ഈ പ്ലോട്ടിൽ തന്നെ വെക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഇടയിലൊക്കെ ഇനി മാവുകൾ നമുക്ക് പ്ലാന്റ് ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലൊക്കെ ആയിട്ട് ഇനി മാവുകൾ കൊടുക്കാം. കാരണം ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. മാവുകൾ നിർത്തുകയാണെങ്കിൽ ഈ ഒരു ഷേപ്പൊക്കെ നല്ല ഷേപ്പാന്ന് തോന്നുന്നല്ലോ. അടിയിൽ നിന്ന് ഇതേമായിട്ട് ഷേപ്പിൽ നിർത്തണം. അടിയിൽ നിന്നുള്ള ഇലകൾ, കമ്പുകളൊക്കെ വെട്ടിയിട്ട് മാവിൻ്റെ അടിഭാഗത്തേക്ക് നിലത്ത് കിടക്കുന്ന ചില്ലകളും കമ്പുകളൊക്കെ കോതി വൃത്തിയാക്കേണ്ടതുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് പ്രൂൺ ചെയ്യേണ്ട ടൈം ആകുമ്പോൾ ഈ സീസൺ കഴിഞ്ഞാലേ പറ്റുള്ളൂ അല്ലേ? ഈ സീസൺ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതൊക്കെ ഇതാണ്ടില്ല. ഇതേപോലൊന്നും മാവിനെ നമ്മൾ ഒരിക്കലും ചെയ്യരുത്. നിലത്ത് ഇങ്ങനെ മുട്ടി നിൽക്കേണ്ട രീതിയിൽ മാങ്ങകളൊക്കെ നിലത്താണ് കിടക്കുന്നത്. ഇപ്പം നമുക്ക് കാണാം നിലത്ത് കിടക്കുന്നതായിട്ട് കാണാം. ഇപ്പം നമുക്ക് കണ്ടില്ല, മാങ്ങകളൊക്കെ നിലത്താണ് കിടക്കുന്നത്, കണ്ടില്ല? ഈ കമ്പ് നമ്മൾ ഇവിടെ കോതി ശരിയാക്കാൻ ഇതൊക്കെ വെട്ടി മാറ്റിയിട്ട് ഇവിടെയൊക്കെ നമ്മൾ സ്പേസ് കൊടുക്കേണ്ടിയിരുന്നു മാവിനെ കുറച്ച് ഹൈറ്റിൽ. ഇപ്പം വേണ്ടില്ല, മാങ്ങകളൊക്കെ കിടക്കുന്നത് നിലത്താണ് കിടക്കുന്നത്. അങ്ങനെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മാങ്ങ കീടങ്ങൾ ബാധിച്ച് കേടുവരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ കുറച്ച് ഹൈറ്റിലായിരിക്കണം നമ്മൾ പിന്നെ മാങ്ങ കായ്ക്കാൻ അനുവദിക്കണം. താഴത്തൊന്നും കൊമ്പ് വളരാൻ സമ്മതിക്കരുത്. ഒക്കെ കണ്ടില്ല, ഇപ്പോൾ ഇതൊക്കെ താഴത്താണ്. ഇതൊക്കെ ഇനി വളരെ താഴത്താണ്, കണ്ടില്ല? ഇതേത് വെറൈറ്റി? ഇത് ബംഗനപ്പള്ളി എന്ന് പറയുന്നൊരു മാങ്ങയാണ്. ഇത് ഇനിയും സൈസിലേക്ക് എത്തും. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വെയിറ്റ് നല്ലൊരു ഇനം മാങ്ങയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇവിടെ ഒക്കെ കായകൾ കാണുന്നുണ്ട്. ഇത് കണ്ടില്ലേ, നിലത്താണ് മാങ്ങ കിടക്കുന്നത്, കണ്ടില്ലേ? ഇതൊക്കെ നിലത്ത് കിടക്കുകയാണ്. തൊട്ടനവധി മാങ്ങകൾ നിലത്ത് കിടക്കുക. ഇത് നമ്മൾ ഈ കൊമ്പുകൾ താഴ്ന്ന് വെട്ടാഞ്ഞിട്ടാണ്. ഇത് കണ്ടിട്ട് നമ്മളെ പ്രശസ്തമായ കോശ്ശേരി മാങ്ങയാണ്. അതിൻ്റെ വലിപ്പം നോക്കുകയാണെങ്കിൽ 1 കിലോക്ക് മുകളിൽ ഭാരം ഉണ്ടാവും. ഇതൊക്കെ കോശ്ശേരിയാണ്, കണ്ടാ? ഇതൊക്കെ കോശ്ശേരി മാങ്ങകളാണ്. ഇതൊക്കെ ഒട്ടുമിക്കതും നിലത്താണ് കിടക്കുന്നത്. നല്ല വലിപ്പമുള്ളതാണ്. അവിടെയൊക്കെ കോശ്ശേരി കായ്ച്ചു നിൽക്കുന്നുണ്ട്. ഉൾഭാഗത്തൊക്കെ ഇതവിടെയൊക്കെ മാങ്ങ ഉള്ളിലും താഴത്ത് നന്നായിട്ട് നിലത്ത് കിടക്കുന്നുണ്ട്. ചിലത് പിന്നെ വെയിറ്റ് കൊണ്ടൊക്കെ കൊമ്പ് ഇങ്ങനെ താന്നിക്കണല്ലേ. ഓരോ മാവിൻ്റെ അടുത്ത് പോയിട്ടും ഓരോ വെറൈറ്റി ഏതാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ഇവിടെ കാണുന്നത്. ഇത് ഏതാണ്? ഇതാണ് മൽഗോവ മാങ്ങ. നമ്മുടെ മൽഗോവയാണ്. ഇത് നിലത്താണ് കിടക്കുന്നത്. കാരണം അത് കണ്ടില്ലേ, നിലത്ത് മുട്ടി കിടക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കമ്പുകൾ താഴത്തു നിന്ന് കോതി നമ്മൾ ഷേപ്പാക്കാത്തതിൻ്റെ കുഴപ്പമാണ് ഇത് നിലത്ത് കിടക്കുന്നത്.
കണ്ടാ മാങ്ങ നിലത്താണ്. ഇതാണ് നമ്മുടെ കോട്ടൂർ കോണം എന്നറിയപ്പെടുന്ന മാങ്ങയാണ്. ഇത് തിരുവനന്തപുരം ഭാഗത്തൊക്കെ വളരെ പ്രസക്തമായിട്ട് എല്ലാവരും അറിയപ്പെടുന്നൊരു മാങ്ങയാണ് കോട്ടൂർ കോണം. നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് നന്നായിട്ട് കായ്ക്കുന്ന ഇനമാണ്, നല്ലൊരു മാങ്ങയാണ്. പെട്ടെന്ന് നോക്കിയാൽ നമ്മുടെ കോമാങ്ങയുടെ ഒക്കെ സാദൃശ്യമുള്ളൊരു മാങ്ങയാണ്. എന്നാൽ കോമാങ്ങയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റും ഫ്ലേവറും ഒക്കെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായിട്ട് ഉള്ളിലാണ് കായ്ച്ചിട്ടുള്ളതാണ്ടില്ലേ, ഇവിടെയൊക്കെ കായ്ച്ചിട്ടുണ്ട്. അതിന്റെ കളർ കണ്ടില്ലേ. ഇത് ഈ ഇവിടെയുള്ള മാവുകളൊക്കെ ഇനിയിപ്പോൾ ഈ സീസൺ കഴിഞ്ഞ പാട് പ്രൂൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അടുത്ത പ്രാവശ്യം ഇത് പ്രൂൺ ചെയ്യാത്തതിൻ്റെ ഒരു കുഴപ്പമാണ്. കാരണം അതിൻ്റെ കമ്പുകളൊക്കെ കോതി അതിനെ ഷേപ്പ് വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കായ്ക്കും. ഇത് തിങ്ങി ഇലകളൊക്കെ തിങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് ഇത് കൂടുതലായിട്ട് കായ്ക്കാത്തത്. ഇതാണ് നമ്മുടെ ഏറ്റവും നല്ലൊരു ഇനമായ പ്രിയൂർ മാങ്ങയാണ്. കണ്ടില്ലേ എത്രയാണ് കായ്ച്ചിരിക്കുന്നത് കൊലയിൽ. കൊലകൊലായിട്ട് കായ്ച്ചിരിക്കുന്നത് 3 വർഷമായൊരു മാവാണ്, നന്നായിട്ട് കായ്ച്ചു. ഇതുപോലെ മൊത്തം ഇതിൻ്റെ ഭാഗത്ത് എല്ലാ ഭാഗത്തും നന്നായിട്ട് കായ്ച്ചിരിക്കുന്ന ഒരു ഇനമാണ് പ്രിയൂര്. നമുക്കറിയാം തൃശ്ശൂർ ഭാഗത്തൊക്കെയുള്ള ആളുകളെക്കാർക്ക് പ്രിയൂര് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന മാങ്ങയാണ് പ്രിയൂര്. നമ്മുടെ കേരളത്തിൽ നന്നായിട്ട് കായ്ക്കുന്ന ഒരു ഇനം കൂടെയാണ് പ്രിയൂര് വെറൈറ്റി. ഇതാ ഇതിനിടയിലൊക്കെ ഇവിടെയൊക്കെ കായ്ച്ചു നിൽക്കുന്നത്. ഇക്ക പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ കായ പിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം ചെറിയൊരു തൈ 3 വർഷം കൊണ്ടാണ് ഇത്രയധികം കായലെത്തിയിട്ടുള്ളത്. ഇവിടെയൊക്കെ ഉണ്ട്, ഇനിയും ഇവിടെയൊക്കെ ഉണ്ട്. കണ്ട നിലത്തൊക്കെ ഉണ്ട്, താഴൊക്കെ കിടക്കുന്നുണ്ടല്ലേ. നിലത്തൊക്കെ മാങ്ങ മൊത്തം ഇവിടെ നിലത്താണ് കിടക്കുന്നത്. എത്രപോലെ മാങ്ങകളാണ് ഇതൊക്കെ നിലത്ത്, ഇഷ്ടം പോലെ മാങ്ങ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കായ്ക്കുന്ന ഒരു വെറൈറ്റി ആണ് പ്രിയൂര്. കായ്ക്കുന്ന വെറൈറ്റിയാണ്, നമുക്ക് കാണാമല്ലോ ഇപ്പോൾ ഇവിടെ. ഇതാണ് കാലപ്പാടി എന്ന് പറയുന്ന മാവാണ്. നമുക്കറിയാം കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നന്നായിട്ട് കായ്ക്കുന്ന ഒരു ഇനമാണ് കാലപ്പാടി. ഇതിൽ കുറേ മാങ്ങകളുണ്ടായിരുന്നു. ഇതാണ് ഇവിടെ ഏറ്റവും ആദ്യം കായ്ച്ചത്. ഇവിടെ ഈ കാലപ്പാടി എന്ന് പറയുന്ന മാവാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാങ്ങകളൊക്കെ അവർ പറിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് മാങ്ങകൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഇതാണ് കാലപ്പാടി. ഇത് ഈ ഫാമിൽ ഇപ്പോൾ ഈ ഇത്രയും 100ഓളം തൈകൾ വെച്ചിട്ടും ആദ്യം കായ്ച്ചത് ഈ ഒരു വെറൈറ്റി ആണ്. ആദ്യം കായ്ച്ചത് കാലപ്പാടിയാണ്. കാലപ്പാടിക്ക് ഏറ്റവും പെട്ടെന്ന് കായ്ക്കുക എന്നുള്ളൊരു പ്രത്യേകത കൂടെ കാലപ്പാടിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 വർഷം കൊണ്ട് ഈ ഒരു കാലപ്പാടി കായ്ച്ചിട്ടുണ്ടോ? കായ്ച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷം കായ്ച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം കാഴ്ചയിൽ നേരത്തെ കാഴ്ചയിൽ കുറേയൊക്കെ അവർ പറിച്ചിരിക്കണം ആവശ്യത്തിന്. പിന്നെ ഇനി കുറച്ച് ബാക്കിയുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. ഇതിലിടക്ക് വളരെ ടേസ്റ്റിയാണ്, നല്ല മാങ്ങയാണ്. ഇപ്പോൾ മാങ്ങേൻ്റെ സീസണാണ്. മാങ്ങ കാലപ്പാടി കഴിക്കാത്തവരൊക്കെ ഒന്ന് വാങ്ങിച്ച് കഴിക്കുക. അപ്പോൾ കാലപ്പാടിൻ്റെ ടേസ്റ്റ് നമുക്ക് നേരിട്ട് അറിയാനായിട്ട് കഴിയും. ഇവിടെ ഈ മാങ്ങ ഞാൻ പറഞ്ഞില്ലേ താഴത്താണ് കായ്ച്ചിരിക്കുന്നത്. ഒട്ടുമിക്ക മാവുകളും കൊമ്പുകൾ കോതാത്തതിൻ്റെ കാരണം താഴെയാണ് കായ്ച്ചിരിക്കുന്നത്. ഇത് വളരെ പ്രസക്തമായ ഒരു മാങ്ങയാണ്. നമുക്കറിയാം ഹിമാപസന്ത്, വളരെ ടേസ്റ്റിയായ മാങ്ങയാണ്. മാങ്ങയിൽ നല്ല മധുരവും നല്ല രുചിയും ഒക്കെ ഉള്ളൊരു മാങ്ങയാണിത്. എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ടേസ്റ്റ്. ഇതാണ് ഹിമാപസന്ത്. ഇത് വിദേശ ഇനല്ലേ? അല്ലല്ല, ഇത് നമ്മുടെ ഇന്ത്യയിലും പാകിസ്ഥാനിലും ഒക്കെ ഉണ്ട്. ഇതിന് ഒരു ഹുമയൂൺ ചക്രവർത്തിയുടെ ഹൃദയം കവർന്ന മാങ്ങ എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു ഇതുകൂടെ ഈ മാങ്ങയ്ക്ക് സവിശേഷത കൂടെ ഉണ്ട്. മൊത്തത്തിൽ ഈ മുഗൾ രാജാക്കന്മാരും ചക്രവർത്തിമാരുടെ ഒക്കെ കൊട്ടാരത്തിലായിരുന്നു ഇത്തരം മാങ്ങകളൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഹുമയൂൺ, ഷാജഹാൻ, ഇങ്ങനെയുള്ള നൂർജഹാൻ, ഇങ്ങനെയുള്ള ഒട്ടനവധി പേരുകൾ അവരുടെ രാജ്ഞി, ഈ റാണി പസന്ത്, ഇങ്ങനെയൊക്കെ അവരുടെ ഒക്കെ പേരിൽ അറിയപ്പെടുന്ന ഒട്ടനവധി മാവുകൾ നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഹിമാപസന്ത് നല്ല വെയിറ്റ് വരുന്ന, നല്ല വെയിറ്റ് വരും. ഏകദേശം 900, 800 ഒക്കെ ഒരു ആവറേജ് വരുന്ന മാങ്ങയാണ്. നല്ല വലിപ്പം വരുന്ന ഒരു ഇനത്തിൽപ്പെട്ടാണ്. ഇത് സിന്ദൂരാണ്. ഇത് കുറച്ച് ചെറിയ മാങ്ങയാണ്, ഇനി വലുതാവാനായിട്ടുണ്ട്. സിന്ദൂരം നമുക്കറിയാം, എല്ലാവർക്കും പരിചയമുള്ളൊരു മാങ്ങയാണ്. നല്ല ടേസ്റ്റിയാണ്, നല്ല ഇനം മാങ്ങയാണ്. അപ്പോൾ ഇവരുടെ തോട്ടത്തിലെ മാങ്ങകൾ ഓരോന്നോരോന്നായി പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ മാവുകളൊക്കെ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ ഒരു 5-6 വെറൈറ്റിൻ്റെ മുകളിൽ പരിചയപ്പെടുത്തി. നമ്മൾ കായ്ച്ചത് മാത്രമാണ്, കായ്ക്കാത്ത ഒട്ടനവധി വെറൈറ്റികളുണ്ട്. കാരണം ഇത് പ്രൂൺ ചെയ്യാത്തത് കൊണ്ടാണ് ശരിക്ക് ഇത് കായ്ക്കാത്തത്. അതുകൂടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മാവിനെ ശരിയായ രീതിയിൽ പ്രൂൺ ചെയ്ത് അതിൻ്റെ വളർച്ചാ കാലഘട്ടത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ട് നന്നായിട്ട് മാങ്ങ കായ്ക്കൂ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ കായ്ച്ചു കഴിഞ്ഞാൽ താഴെ കിടക്കും, പഴുക്കുമ്പോഴത്തിന് പുഴുക്കൾ വരും, പുഴുക്കളൊക്കെ വന്നിട്ട് അത് കേടുവരും. അതാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മൾ അതിൻ്റെ ഒരു മാവ് കർഷകർ ശരിക്കും അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇക്കഥ ഇവിടെ ഒരു മാവിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നുണ്ട്. ഏതാണ് ഇവിടെ കായ്ച്ചിട്ടുള്ളത്? ഈ തോട്ടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കായ്ച്ചത് മല്ലികയാണ്. 3 വർഷം കൊണ്ട് തന്നെ ഈ സ്ഥലത്തുള്ള ഈ തോട്ടത്തിൽ മല്ലിക കായ്ച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു മഹാ അത്ഭുതമാണ്. കാരണം മല്ലിക കായ്ക്കാൻ എല്ലാവരും പറയുന്നത് കുറേ സമയം എടുക്കും, മല്ലിക കായ്ക്കുന്നില്ല എന്നുള്ള കംപ്ലൈൻ്റാണ് നിരവധി ആളുകൾ ഡെയിലി നമ്മളോടൊക്കെ പറയാറുള്ളത്. എന്നാൽ അതിന് ഉദാഹരണമാണ് ഈ തോട്ടത്തിൽ മല്ലിക നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. കണ്ടാ, മല്ലിക നല്ല രീതിയിൽ
കായ്ച്ചിരിക്കുന്നുണ്ട്. മല്ലിക ഞാൻ പറഞ്ഞില്ലേ, ഇത് പിന്നെ നീലനും ദശേരിയും തമ്മിലുള്ള ക്രോസാണ്. ഇതിൽ നീലൻ രാജാവും ദശേരി രാജ്ഞിയും കൂടി ചേർന്ന് അതിൽ നിന്നുണ്ടായ ഒരു രാജ്ഞി പുത്രിയാണ് മല്ലിക. ആ മല്ലിക പുത്രിയാണ് നമ്മൾ കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ സുന്ദരിയായ മല്ലിക റാണി. ഈ തോട്ടത്തിലെ മാവുകൾക്ക് എങ്ങനെയാണ് വളപ്രയോഗമൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നമ്മുടെ കുഞ്ഞുമുഹമ്മദ് സാഹിബിനോട് നേരിട്ട് ചോദിക്കാം. ഞങ്ങൾ ആദ്യം കുമ്മായം ചേർത്തു. അത് കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞതിന് ശേഷം ജൈവവളം, പിന്നെ ആട്ടുംകാഷ്ടം, ചാണകപ്പൊടി, വേപ്പുമണ്ണാക്ക്, എല്ലുംപൊടി മിക്സ് ചെയ്തിട്ടുണ്ട് സാധാരണ രീതിയിലുള്ള വളപ്രയോഗങ്ങളൊക്കെയാണ് ചെയ്യല് ഈ മാവുകൾക്ക്. അതെല്ലാ വർഷത്തിലും 2 പ്രാവശ്യം അങ്ങനെ ചെയ്യല്. അതുവരെ ചെയ്തു പോകുന്ന അങ്ങനെയാണ് ചെയ്തു പോകുന്നത്. പിന്നെ നമ്മൾ ഏറ്റവും ചെറിയ തൈയാണ് കൊടുന്നു വെച്ചത്. തൈയാണ്, വളരെ ചെറിയ തൈയാണ് കൊണ്ടുവന്ന് വെച്ചത്. അതിനെ 3 കൊല്ലം കൊണ്ട് തന്നെ ഈ ഒരു വലിപ്പത്തിലേക്ക് ഗ്രോത്തിലേക്ക് എത്തിയത്. അത് ഈ ഭാഗത്ത് മണ്ണിൻ്റെയും ഇവിടുത്തെ പ്രകൃതിയുടെ ഒരു കാരണമാണ് ഇത്രയും ഗ്രോത്തിൽ ഈ മാവുകളൊക്കെ വളരാനുള്ള ഒരു കാരണമായിട്ട് എനിക്ക് മനസ്സിലാക്കാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ ഒരു വർഷം മാത്രമാണ് ഇവർ ഇതിന് നന കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം നനച്ചിട്ടില്ല, ഈ വർഷവും നനച്ചിട്ടില്ല. അല്ലേ, നനയില്ല. എനിക്ക് ഭയങ്കര അത്ഭുതമുണ്ട് ഈ പാറപ്പുറത്ത് നനക്കാതെ മാവുകളൊക്കെ ഇത്രയും നല്ല രീതിയിൽ നിൽക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ശരിക്കും നല്ല പച്ചപ്പ് തന്നെ ഉണ്ടല്ലേ? നല്ല പച്ചപ്പ്, നല്ല ഇത്. കാരണം ഒരിക്കലും നമ്മളിത് നനച്ചിട്ടില്ല എന്നുള്ളത് വിശ്വസിക്കില്ല. കുഞ്ഞിപ്പ സാഹിബ്, ഇതിൻ്റെ അടിയിൽ നിങ്ങൾ കുറേ ചകിരികൾ ഇട്ടിരിക്കണല്ലോ, കുറേ ചകിരികൾ. അതൊന്ന് വിശദീകരിക്കുമോ, ചകിരി ഇട്ടതിനെ പറ്റിയിട്ട്? ചകിരിട്ടാല് വെള്ളം ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അത് ഒരു മാവിൻ്റെ തളത്തിൽ ഏകദേശം എത്ര ചകിരി ഇട്ടിട്ടുണ്ടാവും? എത്ര ഒരു ചാക്ക്, അങ്ങനെ ഒരു കണക്ക്? 10-20 ചകിരി ഇട്ടുണ്ടാവും. 20 തേങ്ങൻ്റെ ചകിരിയോളം ഒരു മാവിൻ്റെ തടത്തിൽ ഇവർ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാരണമായിരിക്കാം ഈർപ്പം നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഇത് ആദ്യം വെച്ച ഒരു വർഷം മാത്രമാണ് ഈ മാവ് ഇവിടെ നനച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം നനച്ചിട്ടില്ല, ഈ വർഷം നനച്ചിട്ടില്ല. പിന്നെ ഈ പ്രാവശ്യം ഇപ്പോൾ മഴയൊക്കെ പെയ്തു. ഏതായാലും അതിൻ്റെ ഒരു ക്ഷീണം ഇവിടുത്തെ മാവുകൾക്കൊന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. കുഞ്ഞിപ്പ സാഹിബിൻ്റെ ഈ മാന്തോട്ടം വന്ന് കണ്ടപ്പോഴേ വളരെ സന്തോഷമായി. ഇവിടെ എനിക്ക് ഒരു ചെറിയ ന്യൂനതയായി കാണുന്നത്, മാവുകളെ ഒന്നും പ്രൂൺ ചെയ്തിട്ടില്ല, അതുപോലെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പിന്നെ കമ്പുകളൊക്കെ വെട്ടി ഈ സൂര്യപ്രകാശം ഉള്ളിലേക്ക് കടന്നു ചെല്ലാവുന്ന രീതിയിൽ ഇത് പ്രൂൺ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് കായ്ക്കുന്ന നല്ല ഗ്രോത്തുള്ള നല്ല ഇനം മാവുകളാണ് ഇതിനകത്തുള്ളത്. തീർച്ചയായിട്ടും അത്തരത്തിൽ ഈ വർഷത്തിൻ്റെ അവസാനം പിന്നെ നമുക്ക് ഇത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല വിളവ് ലഭിക്കും. ഇൻഷാ അല്ലാഹ് മാവുകളെ കുറിച്ചുള്ള കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ വരും ദിവസങ്ങൾ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്.